എന്തായാലും രസകരമായിട്ടുള്ള കഥകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം, അൻസാർക്ക് പറഞ്ഞ പോലെ നടന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനെ ആരെ അറിയുമോ അല്ലെങ്കിൽ ആരെ ആർട്ടിസ്റ്റുകളെ അറിയുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ആദ്യമായി അച്ഛൻ്റെ മുമ്പിൽ ജഗതിച്ചേട്ടനെ കൊണ്ടുവന്ന ആൾ എനിക്കൊന്ന് റഹ്മാനിക്കായിരുന്നു. ഈ കലാഭവനിൽ നിന്ന് ഒരുപാട് പേര് സിനിമയിലൊന്നുള്ള കഴിവുള്ളവർ. ഇതിൻ്റെയൊക്കെ ആള് ഇതിൻ്റെയൊക്കെ ശരിക്കും സൃഷ്ടി അപലച്ചനല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അതേ അച്ഛനോട് ഞങ്ങൾ വന്നിരിക്കുന്നതാണ്. ഈ അച്ഛനൊന്ന് പരിചയപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതിന് നമുക്ക് കലാഭവനിൽ പോകാമെന്ന് പറഞ്ഞു. ഇനി ചേട്ടൻ ഷൂട്ടിന് എറണാകുളത്ത് വരുമ്പോൾ എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെ വന്നപ്പോൾ വിളിച്ചു. അങ്ങനെ ക്യൂൻസ് ഹോട്ടലിൽ നിന്ന് അമ്പിളിച്ചേട്ടൻ ക്യൂൻസ് ഹോട്ടലിൽ താമസിക്കണം. ഞാൻ കലാഭവനിൽ വിളിച്ചപ്പോൾ അച്ഛനുണ്ടെന്ന് പറഞ്ഞു. വിളിച്ച് ശബരിമലക്ക് മാലയൊക്കെ ഇട്ടിരിക്കണം, കാവ്യൊക്കെ ഇട്ടിട്ട് അമ്പിളിച്ചേട്ടൻ. അങ്ങനെ ഞങ്ങൾ കലാഭവനിലെത്തി. അവിടെ ഡോർ അറിയാമല്ലോ, അച്ഛനിങ്ങനെ നമ്മൾ കയറുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞാണ് അച്ഛനിരിക്കണം. അമ്പിളിച്ചേട്ടൻ ഉണ്ടെന്ന്. അപ്പോൾ അച്ഛനെന്തോ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. വന്ന് അമ്പിളിച്ചേട്ടൻ ഇരുന്ന് അപ്പോൾ ഓഫീസിലിരിക്കണവരൊക്കെ ശ്രദ്ധിച്ച്. അപ്പോൾ അച്ഛനടുത്ത് ഞാൻ പറഞ്ഞു, ഇത് അച്ഛാ എന്താ അല്ല അച്ഛൻ മൈൻഡ് ചെയ്യാനുള്ള അമ്പിളിച്ചേട്ടനെ. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ആൾ കൂടി, പിള്ളേരൊക്കെ വന്ന് ഈ ജനലിൽ ആ ജനലൊക്കെ വന്ന് ആൾ കൂടി കൂടി കഴിഞ്ഞപ്പോൾ അച്ഛന് മനസ്സിലായത് എന്തോ പ്രശ്നമൊന്നും. റൈമാൻ എന്ന് വിളിക്കണം. റൈമാൻ താനിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറക്കി തന്നെ. ഈ വന്നിരിക്കുന്ന ആൾ പ്രശസ്തനാണോ? ഞാൻ പറഞ്ഞു ജഗതി ശ്രീകുമാറാണ് ഏറ്റവും വലിയ നടനാണ്. ആണല്ലേ? അതാ നമ്പർ കയറി വന്നിരുന്നു. ആ ജഗതിയുടെ ഒരുപാട് പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല നടനാണ്. അമ്പിളിച്ചേട്ടൻ ഫീൽ ചെയ്യില്ല, കാരണം അച്ഛന് സിനിമ കാണാത്തോണ്ടുള്ള സംഭവമാണത്. അതെ. എന്തായാലും നാരായണൻകുട്ടിച്ചേട്ടനുണ്ട്. നാരായണൻകുട്ടിച്ചേട്ടൻ കലാഭവനിലെത്തി ഒരുപാട് എല്ലാവരുടെയും കൂടെ പ്രോഗ്രാം. ഞാൻ ജോലി ഉള്ളപ്പോഴാണ് കലാഭവനിൽ ചെന്നത്. എനിക്ക് ഹൈക്കോടതി ജോലി ഉണ്ടായിരുന്നു. പ്രസാദാണ് എന്നെ കലാഭവനിലേക്ക് ക്ഷണിച്ചത്. ആദ്യമായിട്ട് ഞാൻ കലാഭവനിൽ പരിപാടി കഴിഞ്ഞു. ആദ്യത്തെ പരിപാടി എന്നെ ഗംഭീരമായി. ഇരിങ്ങാലക്കുടയിലാണ് ഞാൻ ആദ്യം പരിപാടി അവതരിപ്പിച്ചത്. പരിപാടി വിജയിച്ചു. അതുപോലെ ഞാൻ കലാഭവനിൽ സ്ഥിരമായി ഇങ്ങനെ എപ്പോഴും ഒരു ജോലിയുടെ ഗ്യാപ്പിലാണ് എനിക്ക് വരാൻ പറ്റുള്ളൂ. ഇവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തമ്മിൽ എല്ലാവരും കൂടി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഒരു പരിപാടിക്ക് പോകേണ്ട 4 മണിക്കാണ് പോകേണ്ടത്. എനിക്ക് 4:30 മണിക്ക് എൻ്റെ ഓഫീസ് കഴിയുള്ളൂ. ആരോടൊക്കെ മണിയടിച്ച് പറഞ്ഞ് ഒപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വരികയാണ്. വന്നിട്ട് ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞിട്ട് കലാഭവന് എത്താറാകുമ്പോൾ ഒറ്റ ഓട്ടം വിടും. എന്നിങ്ങനെ തന്നെ ചെയ്യണേ. അപ്പോൾ ഒരു ദിവസം വിളിച്ച്, ഈ നാരായണൻകുട്ടി കൂടെ വന്നേ. എന്താ വെച്ചാൽ താൻ ഈ അറ്റത്ത് വരുമ്പോൾ ഓടി വരുന്ന പരിപാടി ഉണ്ടല്ലോ, അതെന്താണോ എനിക്ക് അവിടെ മേലെ ഓടിയാൽ എന്താ കുഴപ്പമുണ്ടോ? അപ്പോൾ മനസ്സിലായി ഇത് ആരോ എനിക്കിട്ട് പണിതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവരിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു പ്രോഗ്രാം തുടങ്ങുമ്പം അതിൽ പാട്ട് വേണം, മിമിക്രി വേണം, എല്ലാം ഓർഡർ അനുസരിച്ച് പോകണം ജാഫർക്ക. അപ്പോൾ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിലെത്തുന്ന ആരാണ്? കലാഭവൻ്റെ ഗായകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിലെത്തുന്ന ആരാണ് പെട്ടെന്ന്? ജിമ്മി. ഓക്കെ, അപ്പോൾ കലാഭവൻ ജിമ്മി ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ ജിമ്മി ചേട്ടൻ അവിടെ ഗാനമേള കൊണ്ട് അട്ടക്കി വാഴുകയാണ്. അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയണമെന്ന് തന്നെ എനിക്കും ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഈ നാരായണൻകുട്ടി, റഹ്മാൻ ഇവരൊക്കെ കൂടെ ഉള്ള സമയത്താണ് ചെറുപ്പത്തിൽ പയ്യനായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് പാട്ടുകളെ പറ്റി പറയുമ്പോൾ അച്ഛൻ്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവേ എന്നൊരു പാട്ട് പാടാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി പരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി പരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിന്തുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നിളം തെന്നലേ, രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദനേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി പരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അടിപൊളി.